ജിമ്മി, തുറന്ന പോരിലേക്കോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് പി പ്രസാദ് ആയിരുന്നു, ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയാണ്. തൊട്ടുമുന്നിൽ വിദ്യാർത്ഥികളുണ്ട്. പ്രോട്ടോകോൾ ലംഘനമെന്നാണ് ഗവർണറുടെ വാദം, രാജ്ഭവന്റെ വാദം. ഈ രാജ്ഭവന്റെ പത്രക്കുറിപ്പിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് മനഃപൂർവ്വം വിദ്യാഭ്യാസ മന്ത്രി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു എനിക്കെതിരായ സാധനം. ഞാൻ വാക്കൗട്ട് നടത്തുകയാണെന്ന് അടക്കം അദ്ദേഹം എഴുതി തയ്യാറാക്കി വായിച്ചു. എനിക്കും തോന്നി ആ കടലാസ് കണ്ടപ്പോൾ ഇനി എങ്ങാനും എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണോ എന്ന്. ഞാൻ വിചാരിക്കുന്നത് 2 ദിവസം മുമ്പ് എം വി ഗോവിന്ദൻ പറഞ്ഞ കുടുങ്ങിയ അബദ്ധത്തിൻ്റെ മറുമരുന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി RSSനെതിരെ ആഞ്ഞടിക്കുന്നു. ഇന്ന് രാജ്ഭവനിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി നിലപാട് പറഞ്ഞ് RSSനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ RSSന് വിരുദ്ധരാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വാക്കൗട്ട് എന്ന വാക്കുപയോഗിച്ച് പ്രോട്ടോകോൾ ലംഘനങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ട് മെനഞ്ഞാന്ന് നടന്ന ഒരു വലിയ അബദ്ധത്തിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഇലക്ഷൻ ദിവസത്തെ അതിമനോഹരമായൊരു തന്ത്രമായി ഞാൻ ഇതിനെ കാണുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. 2, ഗവർണർ ആദ്യത്തെ വിവാദം ഉണ്ടാക്കുമ്പോൾ ഗവർണർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ വിളക്കൊളുത്തുന്ന പരിപാടിയില്ല, അതുകൊണ്ട് ഭാരതാംബ വേണ്ട. മറ്റ് പരിപാടികളിലാണെങ്കിൽ ഭാരതാംബ വേണം. അതൊരു പുതിയ നോർമലാക്കി ഗവർണർ പറയുകയായിരുന്നു. ഈ ഓരോ കാര്യത്തിലും അങ്ങനെ ഒരു ന്യൂ നോർമൽ വരും. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ രീതിയാണ്, നാളെ അത് ശാസ്ത്രമാണ്. അപ്പോൾ ഗവർണർ പറഞ്ഞു വയ്ക്കുന്നത് ഔദ്യോഗിക പരിപാടി ശരി വേണ്ട, വിളക്കില്ലല്ലോ, അതുകൊണ്ട് ഇതും വേണ്ട, പക്ഷേ മറ്റു പരിപാടികളിൽ ഭാരതാംബ വേണം എന്ന് ഗവർണർ കഴിഞ്ഞ വിവാദത്തിന് ശേഷം ഒരു പുതിയ നോർമൽ ഫിക്സ് ചെയ്തു. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഗവർണർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് സർക്കാർ പരിപാടികൾ ഇത് പറയാൻ പറ്റില്ലെന്നും ഇങ്ങനൊരു സാധനം കടത്താൻ പറ്റില്ലെന്നും ഗവർണർക്ക് നല്ല വൃത്തിയായി അറിയാം. അത് അറിയാവുന്ന ഒരു ഗവർണർ മറ്റു പരിപാടികളിലൂടെ പതുക്കെ ഈ സാധനം കയറ്റിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാർലമെൻറ്റിൽ ഒരു ചെങ്കോൽ കൊണ്ടുവയ്ക്കുന്നു, അധികാരത്തിൻ്റെ ചിഹ്നമാണ്. ഇത് ആര് പറഞ്ഞു? ചെങ്കോലാണോ അധികാരത്തിൻ്റെ ചിഹ്നം? ചെങ്കോലാണ്. ഇപ്പോൾ അത് ന്യൂ നോർമലാണ്. ഇനി ആ വടി അവിടെ നിന്ന് അനക്കാൻ പറ്റില്ല. അതൊരു പുതിയ രീതിയാണ്, പുതിയൊരു രീതി കൊണ്ടുവന്നു. ഓരോ സമൂഹത്തിലും ഓരോരോ കാര്യങ്ങൾ, ഇത്തരം ആചാരങ്ങളിലാണ് വരുന്നത്. നമ്മളൊരു സെക്യുലർ സമൂഹമാണ്. പക്ഷേ പല പ്രധാനപ്പെട്ട പരിപാടികളുടെയും തുടക്കം പൂജ നടത്തിയാണ്. അതെങ്ങനെയാണെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതെന്താ, ഇന്ത്യയിൽ വേറെ ഹിന്ദുക്കളല്ലാതെ വേറെ ആരും താമസിക്കുന്നില്ലേ? പൂജ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ബാക്കിയുള്ളവരുടെ വികാരങ്ങളെ ഹനിക്കുമോ? ഇനി തിരിച്ച് പൂജയ്ക്ക് പകരം വേറൊരു മതത്തിൻ്റെ ചടങ്ങാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക ഒരു പൊതുപരിപാടിയിൽ. ഇവിടെ എന്തായിരിക്കും ബഹളം? പക്ഷേ ഇനി ആ ചർച്ചയില്ല, കാരണം അത് നടന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഓർക്കുന്നത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം നടന്ന പൂജാ ചടങ്ങാണ്. ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അത് നോർമലായി മാറി എന്ന് പറയുന്നത് പോലെ ഭാരതാംബയുടെ ചിത്രം ഇനി മുതൽ പൊതുപരിപാടികളിൽ, ഗവർണർ വരുന്ന പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്നൊരു പുതിയ നോർമൽ അടിച്ചേൽപ്പിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ആ ഗവർണറുടെ ബുദ്ധിയിൽ ഇനിയും ഇത്തരം തന്ത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ ഉള്ളൊരു പ്രശ്നം, ഈ ഒരു ചിഹ്നത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന ഒരു വലിയ അബദ്ധം. RSSൻ്റെ ഒരു വലിയ ആശയമുണ്ട്, വിശാല ഇന്ത്യ എന്ന് പറയുന്ന, എവിടുന്നോ തുടങ്ങി അങ്ങ് എവിടെയൊക്കെയോ അവസാനിക്കുന്ന ഒരു വലിയ സങ്കല്പം. സിംഹം, മറ്റേ സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്ത്രീ, കൊടിയിൽ കാവ്യനിറം. ഈ ഒരു ചിഹ്നം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ RSS കുറേ കാലമായി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു. അത് ചെയ്യാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും ഗവർണർമാരെ ഓരോരുത്തരെയായി അയച്ച് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ആ സർക്കാരിനെ ഭരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെ കഴിഞ്ഞ 5, 6, 7 വർഷമായി ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. നമുക്കറിയാം. ഈ പുതിയ ഗവർണർ വന്നപ്പോൾ ചിലപ്പം കേരളം വിചാരിച്ച് കാണും, പിണറായി വിജയൻ വിചാരിച്ച് കാണും, ഇതെങ്കിലും ഒന്ന് സമാധാനമായി പോകട്ടെ എന്ന്. അപ്പോഴാണ് പുതിയ കുത്തിത്തിരിപ്പ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു, പിണറായി വിജയൻ പോലും ആദ്യം വളരെ സൂക്ഷിച്ചാണ്, ഒന്നും മിണ്ടിയില്ല. പി പ്രസാദ് ഹീറോ ആയതാണ്. 4 വർഷം വളരെ സൗമ്യനായിരുന്ന പി പ്രസാദ് കയറി ഹീറോയായി, CPI ഹീറോയായി, അപ്പോഴും മിണ്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ CPMനും RSSനും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു ആരോപണം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇങ്ങനൊരു ആരോപണത്തിന് മറുപടി പറയേണ്ടി വന്നത്. അത് അവരുടെ രാഷ്ട്രീയമായ അത്യാവശ്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിണ്ടില്ലായിരുന്നു. വേറൊന്നുകൊണ്ടുമല്ല, ഗവർണറെ പ്രകോപിപ്പിക്കാതെ എങ്ങനെ അടുത്ത 1 വർഷം കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗവർണർ വഴങ്ങില്ല. ഗവർണർ മുമ്പോട്ട് തന്നെയാണ്. അത് ഗവർണർക്ക് തീരുമാനിച്ച് കിട്ടിയിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം കൊടുത്തിരിക്കുന്ന മിഷനാണ്. ആ മിഷൻ നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കും. ഇനി അങ്ങോട്ട് സർക്കാർ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ പുതിയ ഗവർണർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം വളരെ ഊണ്ടലാണ്, തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിവാദമായിരിക്കും.
Meet the editors.